ചക്ക വെച്ചുകൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ നിറയെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണൊക്കെ അളവുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇത് യോജിപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള ചക്ക എടുക്കാം. ഞാനൊരു 15 പീസ് ചക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അല്പം വെള്ളം മാത്രം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ അത് ചക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്ക വെന്തതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ എടുത്തിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും നമ്മൾ കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറിയ രീതിയിൽ കട്ടയായാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തപ്പോൾ തന്നെ എനിക്കിത് ഇത്രയും അധികം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്ക മിക്സിയുടെ ജാറിൽ അടിച്ച് ഞാൻ പേസ്റ്റ് രൂപത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. ഓൾറെഡി ചക്കയിൽ ഷുഗർ ഉണ്ട്, പിന്നെ ഞാനിതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ 1 സ്പൂൺ മാത്രമേ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലവണ്ണം മധുരം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഒരു ലൈറ്റ് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് 1 സ്പൂണ് ഷുഗർ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഒരു ബൗൾ നിറയെ ഇതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ആ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി വാനില എസൻസ് വേണ്ടെങ്കിൽ ഒരു ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ചെറിയ പീസാക്കിയിട്ടുള്ള ചക്ക പുഡിംഗ് ട്രേയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചക്ക കടിക്കാൻ വേണ്ടി താല്പര്യമുള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതേപോലെ തന്നെ പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ ക്രഷ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശരിക്കും ചൂട് മാറണം കേട്ടോ. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ചൂട് പോകാനൊന്നും അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ചൂട് പോയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ പുഡിംഗ് ട്രേ നിറയെ ഞാനിത് ആഡ് ചെയ്തു, സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞു പീസായിട്ട് ചക്ക ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പും ചെറിയ രീതിയിൽ ക്രഷ് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അളവ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് മാത്രം ഉണ്ടാക്കാൻ താല്പര്യമുള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് കമഴ്ത്തി വെച്ചിട്ട് പുഡിങ് നമുക്കിതിലേക്ക് മാറ്റാം. ഞാനൊരു അരമണിക്കൂറൊക്കെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സെറ്റായിട്ടില്ല. 1 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റാവും. ഇവിടെ കുട്ടികൾക്ക് പുഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തന്നെ അവർക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് കൂടുതൽ സമയം സെറ്റ് ചെയ്യാൻ ഉള്ളൊരു ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 1 അവർ എന്തായാലും വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ടില്ലെങ്കിൽ സെറ്റാവില്ല. അപ്പോൾ ചെറിയ രീതിയിൽ സെറ്റായിട്ടുള്ള നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്, ചക്ക പുഡിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ അളവുള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ ഒരു കേക്കിൻ്റെ ട്രേയിലും കൂടെ ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ ബാലൻസ് ഉള്ളതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും ചെറിയ ചക്കയുടെ പീസും പിന്നെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും അല്പം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഫ്രീസറിലൊരു 1 അവർ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേക്ക് കെയർ, ബൈ.